നോ പാസ നഡ ഒച്ചോവ എസ്റ്റ എൻ ലാ പോർട്ടേരിയ. കേട്ടിട്ടുണ്ടോ ഈ കാവ്യം? അതൊരു മനുഷ്യനെ അടയാളപ്പെടുത്തിയ വരികളാണ്. ഒരു ജനത അവർ വിശ്വാസമർപ്പിച്ച മനുഷ്യന് സമർപ്പിച്ചതാണ്. പച്ചപ്പുൽ മൈതാനത്ത് ചുരുണ്ട നീളൻ മുടികളെ ഹെയർബാൻഡ് കൊണ്ട് ഒതുക്കി വെച്ച ഒരാളെ അവർ സ്നേഹത്തോടെ വിശേഷിപ്പിക്കുന്നതാണ് ഗില്ലർമോ ഒച്ചോവ. പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് എന്താണ്? അതെ, ഫുട്ബോൾ ലോകകപ്പ് പടിവാതിൽക്കലെത്തി എന്നായിരിക്കും. കഴിഞ്ഞ 5 തവണയും ലോകകപ്പിനെത്തിയ ഒച്ചോവ ഇതാ വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ വിശ്വ ഫുട്ബോൾ മാമാങ്കത്തിനും ഒരുങ്ങുകയാണ്. ഇത്തവണ ഒച്ചോവയ്ക്ക് ലോകകപ്പൽപ്പം സ്പെഷ്യലാണ്. കാരണമുണ്ട്, പറയാം. വർഷം 2014, ഒരു ജൂൺ മാസം 17-ന് വൈകുന്നേരം 4 മണി. ഫോർട്ടലേസ നഗരത്തിലെ കാസ്റ്റലോ അരീനയിലേക്കാണ് ജനങ്ങളുടെ ഒഴുക്ക്. സ്റ്റേഡിയത്തിനകത്ത് മനുഷ്യക്കടലിരമ്പമാണ്. കളിക്കളത്തിൽ പോരാട്ടച്ചൂടും. കളിക്കുന്നത് ആതിഥേയരായ ബ്രസീലും വടക്കൻ അമേരിക്കക്കാരായ മെക്സിക്കോയും. സാമ്പാതാളത്തിൻ്റെ ആവേശം ഗ്യാലറിയിൽ മുറുകുന്നുണ്ട്. ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ യൂറോപ്യൻ കരുത്തരായ ക്രൊയേഷ്യയെ തകർത്തതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കാനറികൾ. മെക്സിക്കോ താരതമ്യേന അത്ര വലിയ എതിരാളികളല്ല. കാരണം ആരെയും വെല്ലാൻ പോന്ന സംഘമാണ് നാട്ടിൽ കളിക്കുന്നത്. ഗാലറിയുടെ നിറഞ്ഞ പിന്തുണയുമുണ്ട്. നെയ്മറും തിയാഗോ സിൽവയും ഡാനി ആൽവസും പൗളിനിയയും ഫ്രെഡും മാഴ്സലോയും. കളിക്കളത്തിൽ ബ്രസീലിനെ തടയുക എന്നത് സാഹസമാണ്. ബ്രസീലിൻ്റെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാനാകില്ലെന്ന ആത്മവിശ്വാസക്കുറവ് മെക്സിക്കോയിലുമുണ്ട്. പക്ഷേ ലോകകപ്പാണല്ലോ, അവസാനം വരെ പൊരുതണമല്ലോ. കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മെക്സിക്കൻ സംഘം. 25-ാം മിനിറ്റിൽ ഡാനി ആൽവസിൻ്റെ പാസ് കൃത്യം നെയ്മറിൻ്റെ തല ലക്ഷ്യമാക്കിയെത്തി. നെയ്മറിൻ്റെ ബുള്ളറ്റ് കണക്കിയുള്ള ഷോട്ട് മെക്സിക്കൻ വല ലക്ഷ്യമിട്ടെങ്കിലും അവിടെ അത്ഭുത പുരുഷൻ അവതരിച്ചു, ഗില്ലർമോ ഒച്ചോവ. മെക്സിക്കൻ വൻമതിൽ അവിടെ ശിലയിട്ട് കഴിഞ്ഞിരുന്നു. തൊട്ടുപിന്നാലെ തുടരെ ബ്രസീലിയൻ ആക്രമണങ്ങൾ മെക്സിക്കൻ ഗോൾമുഖം ലക്ഷ്യമാക്കി എത്തിത്തുടങ്ങി. ബോക്സിൽ ഒച്ചോവയുടെ ഒറ്റയാൾ പോരാട്ടത്തിന് മുന്നിൽ ബ്രസീൽ ലക്ഷ്യം കാണാതെ മടങ്ങിയത് പലവട്ടമാണ്. നെയ്മറും ആൽവസും എത്ര ശ്രമിച്ചിട്ടും ഒച്ചോവ കെട്ടിയ മതിൽ തകർക്കാനായില്ല. 86-ാം മിനിറ്റിൽ ഗോളെന്നുറച്ച തിയാഗോ സിൽവയുടെ ഹെഡറും തട്ടിത്തെറിപ്പിച്ചു. ജയമുറപ്പിച്ച് കാസ്റ്റെല്ലോ അരീനയിലെത്തിയ മഞ്ഞക്കടലിന് നിരാശ സമ്മാനിച്ചത് ഒരേയൊരാളാണ്, ഗില്ലർമോ ഒച്ചോവ. ആ ഒരൊറ്റ മത്സരത്തിൽ മാത്രം 6 ഷോട്ടുകളാണ് ഒച്ചോവ രക്ഷപ്പെടുത്തിയത്. ഗോൾരഹിതമായ സമനില നേടി മെക്സിക്കോ ടീം അംഗങ്ങൾ മൈതാനം വിടുമ്പോൾ ഗാലറി ആർത്തു വിളിക്കുന്നത് കേൾക്കാമായിരുന്നു. നോ പാസ നഡ ഒച്ചോവ എസ്പ എൻ ലാ പോർട്ടേരിയ. ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഗോൾ മുഖത്ത് ഒച്ചോവയുണ്ടല്ലോ എന്നായിരുന്നു ആ പറഞ്ഞതിൻ്റെ അർത്ഥം. 2018 റഷ്യൻ ലോകകപ്പിൽ നിലവിലെ ജേതാക്കളെന്ന ഗമയുമായെത്തിയ ജർമ്മനിയെ 1-0-ന് മെക്സിക്കോ തകർത്തുവിട്ടപ്പോൾ കളിയിൽ തിളങ്ങിയതും ഒച്ചോവയായിരുന്നു. ഒച്ചോവയുടെ എണ്ണം പറഞ്ഞ 9 സേവുകളാണ് മത്സരത്തിൽ നിലവിലെ ജേതാക്കൾക്ക് നാണക്കേട് സമ്മാനിച്ചത്. 2022 ഖത്തർ ലോകകപ്പിൽ ലെവൻഡോസ്കിയുടെ പെനാൽറ്റി കിക്ക് തടുത്തിട്ട് പോളണ്ടിനെ ഗോൾരഹിത സമനിലയിൽ പിടിച്ചുകെട്ടിയതും ഒച്ചോവയുടെ മിന്നുന്ന പ്രകടന ബലത്തിലാണ്. ബാലൻഡിയർ പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ മെക്സിക്കൻ താരമെന്ന ഖ്യാതി ഒച്ചോവയുടെ പേരിലാണ്. അങ്ങനെ ഒച്ചോവ കെട്ടിപ്പടുത്ത സാമ്രാജ്യം തന്നെയായിരുന്നു 2006 മുതലിങ്ങോട്ടുള്ള മെക്സിക്കോ. ലോകകപ്പുകളിൽ മാത്രമാണ് മെക്സിക്കോ നിരയിൽ ഒച്ചോവയുടെ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുന്നത്. ഒച്ചോവയെന്ന് കേട്ടാൽ ലോകകപ്പ് ഇങ്ങെത്തിയെന്ന് ഉറപ്പിക്കാം. ക്ലബ്ബ് ജേഴ്സികളിൽ എപ്പോഴും സീറോയായിരുന്നു ഒച്ചോവ. പക്ഷേ മെക്സിക്കോയുടെ കുപ്പായമണിഞ്ഞാൽ പിന്നെ അയാൾ ഹീറോയാകും. ഒച്ചോവയുടെ കളിജീവിതത്തിലെ ഈ അപൂർവത എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഇപ്പോഴും അവ്യക്തം. ക്ലബ്ബ് ഫുട്ബോളിൽ ഇന്നേ വരെ മുൻനിര ടീമുകളുടെ ഭാഗമാകാനോ തിളങ്ങാനോ ഒച്ചോവയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പുതിയ കാലത്തെ ഫുട്ബോൾ രീതികളിലേക്ക് സ്വയം നവീകരിക്കപ്പെടാത്തതായിരിക്കാം ക്ലബ്ബ് ഫുട്ബോളിൽ ഇന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയതിന് കാരണം. 2006 ഫുട്ബോൾ ലോകകപ്പിനെത്തുമ്പോൾ 3-ാം നമ്പർ ഗോൾ കീപ്പറായി ബെഞ്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനം. 2010-ലും ബെഞ്ച് തന്നെയായിരുന്നു ശരണം. 2014-ൽ പക്ഷേ ആരാധകർക്ക് ആവോളം ആവേശം നൽകാനായി ഒച്ചോവയ്ക്ക്. ഗോൾ വലയ്ക്ക് മുന്നിൽ സ്വയം സമർപ്പിതമായ ഒച്ചോവ മെക്സിക്കോ ആരാധകർക്ക് നവ്യാനുഭവമായി. ക്ലോസ് റേഞ്ച് ഷോട്ടുകൾ വരെ അതിവേഗം തടുത്ത ഒച്ചോവയെ തലയിൽ കൈവച്ചാണ് ഗ്യാലറി നോക്കിയിരുന്നത്. എവിടെ നിന്നോ അയാൾക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് പോലെയായിരുന്നു പെനാൽറ്റി സേവുകൾ. പറന്ന് പന്ത് പിടിക്കാനുള്ള മികവ് എതിർ ടീമിൻ്റെ പോലും കയ്യടി വാങ്ങിക്കൊടുത്തു. സ്വീപ്പർ കീപ്പർ ശൈലിയിൽ ബോക്സിന് പുറത്തിറങ്ങി പന്ത് തടുക്കുന്ന പുതുതലമുറ ഗോൾ കീപ്പർമാരുടെ കാലത്ത് ഒച്ചോവ ഇപ്പോഴും ഗോൾ പോസ്റ്റിന് കൂട്ടുനിൽക്കുകയാണ്.
അമേരിക്കൻ ലോകകപ്പ് ഒച്ചോവയ്ക്ക് അവസാനത്തേതായിരിക്കുമെന്നുറപ്പാണ്. ശത്രുക്കളിൽ നിന്ന് മെക്സിക്കൻ ഗോൾ വലയെ കാത്തുസൂക്ഷിക്കാൻ ലോകകപ്പിന് ശേഷം ഇനി ഗില്ലർമോ ഒച്ചോവ ഉണ്ടാകില്ല. അക്രോബാറ്റിക് സേവുകളോടെ ലോകം മുഴുവൻ ആരാധകരെ നേടിയെടുത്ത 40-കാരൻ ഒച്ചോവ ഗ്ലൗ അഴിച്ചുവെക്കുകയാണ്. തുടർച്ചയായ 6 ലോകകപ്പുകൾ എന്നത് കേവലം കളി മാത്രമായിരുന്നില്ല ഒച്ചോവയ്ക്ക്. ഓരോ മത്സരവും സ്പെഷ്യലായിരുന്നു. ഓരോന്നിലും തൻ്റെതായ അടയാളപ്പെടുത്തലുകളുണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഈ ലോകകപ്പോടെ വിശ്വവേദിയിലെ പന്താട്ടം മതിയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിഹാസ താരങ്ങൾക്കൊപ്പമാണ് മെക്സിക്കോയുടെ വിശുദ്ധ ഗില്ലർമോയും പടിയിറങ്ങുന്നത്. ഈ 40കളിലും ഗാലറിയിൽ മെക്സിക്കൻ തിരമാലകൾ സൃഷ്ടിക്കാനെത്തുന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒച്ചോവ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന്, മെക്സിക്കോയിലെ ജനലക്ഷങ്ങളെ ത്രസിപ്പിക്കുമെന്ന്, ഒരിക്കൽ ഹിഗ്ഗിറ്റ സ്കോർപിയൻ കിക്കിലൂടെ ചെയ്തതുപോലെ ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിക്കുമെന്ന്.